അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു റംസാൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നോമ്പിന് 30 ദിവസവും നമ്മുടെ ഈ ചാനലിലൂടെ പുതിയ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും കൃത്യം 2:30 മണിക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പോളയാണ്. ഈ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡോ മൈദയോ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലും ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ വെളിച്ചെണ്ണ കുറച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊരു വലിപ്പമുള്ളൊരു സവാള കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. കൂടെ തന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് ഇടണം എന്നില്ല, പക്ഷേ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞിട്ടൊന്ന് ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ക്യാപ്സിക്കം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ തക്കാളി ചേർക്കുന്ന കാര്യത്തിൽ ഒട്ടും മടി കാണിക്കണ്ട കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാനതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, വലിയ പോളയാണ്, അതുകൊണ്ടാണ് ഇത്രയും ഗരം മസാലയൊക്കെ ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് നന്നായിട്ടൊന്ന് പിച്ചിട്ടെടുത്താണ്. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് തന്നെ എടുക്കണം എന്നില്ല, നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചതും വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇതിന് വലിയ പണിയൊന്നുമില്ല, നമ്മൾ ചിക്കൻ വേവിക്കാൻ എടുക്കുന്ന സമയം തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലയൊക്കെ ചേർത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചട്ടിയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് പിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ മധുരമുള്ള ടേസ്റ്റും കൂടെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർക്കുക കേട്ടോ. ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം, ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോളയിലേക്കുള്ള മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് പോള ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ പോള ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രെഡോ അല്ലെങ്കിൽ മൈദയോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഇതാണ്, ഇത് പൊട്ടറ്റോ ആണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിപ്പമുള്ള 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം, ചെറുതായിട്ട് സ്ലൈസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ വേറൊരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. നമ്മൾ ചിലപ്പോൾ റൗണ്ടിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കട്ട് ചെയ്യില്ലേ, അതേപോലെ തന്നെ വല്ലാണ്ട് അങ്ങ് കനം കുറക്കണ്ട. സ്ലൈസറിൽ വെച്ച് ചെയ്യുമ്പോൾ വല്ലാണ്ട് കനം കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാനാവും നല്ലത് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് അത്രയൊക്കെ മതി കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അത്രയും സമയം തന്നെ മതിയാവും. അത് പെട്ടെന്ന് തന്നെ നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ഇതിന് നേരെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഓയിലൊക്കെ ആ ടിഷ്യൂ പേപ്പറിൽ അങ്ങ് പോയിക്കോളും. ഇനി ഞാൻ അതിൻ്റെ അടുത്ത ബാച്ച് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഓയിൽ കളയാൻ വേണ്ടിയിട്ട് മറക്കരുത് ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട്. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം പിന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ ഞാൻ പോള ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത് പാത്രമാണെങ്കിൽ നിങ്ങൾ പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ച് വേണം പൊട്ടറ്റോ ഒക്കെ എടുക്കാൻ. പിന്നെ ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഉപ്പിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചിലപ്പോൾ ഒരു മുട്ടയും കൂടെ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം 3 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിനി ചെയ്യേണ്ടത്, നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പൊട്ടറ്റോ ഉണ്ടല്ലോ, അതിൽ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് എണ്ണയൊക്കെ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ ഓരോ പീസായിട്ട് ഈ പാത്രത്തിൻ്റെ താഴെ ഇങ്ങനെ നിരത്തിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ വെക്കുമ്പോൾ സൈഡിലേക്ക് കുറച്ച്
കുറച്ച് കയറ്റിയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പോള ഒരു കേക്ക് പോലെ കറക്റ്റ് നമുക്ക് കിട്ടൂല. അപ്പോൾ സൈഡിലേക്ക് കയറ്റിയിട്ട് വെക്കാൻ മറക്കരുത്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഗ്യാപ്പ് ഒട്ടുമില്ലാണ്ട് വേണം വെക്കാൻ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വെച്ച ശേഷം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒട്ടി നിൽക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇവിടെ മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചില്ലേ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട്, അത് നമുക്ക് അതിൽ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഫില്ലാവുകയും ചെയ്യും. പിന്നെ ഈ പൊട്ടേറ്റോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒട്ടിയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയിട്ട് കൊടുക്കണം. ഒന്നെങ്കിൽ തവി വെച്ചിട്ട് തന്നെ ആക്കി കൊടുക്കാം, അതല്ലെങ്കിൽ പാത്രം പിടിച്ചിട്ട് നമ്മളിങ്ങനെ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഗ്യാപ്പുള്ളിടത്തൊക്കെ അങ്ങ് പോയിട്ട് ഇതുപോലെ അങ്ങ് ഫില്ലായിക്കോളും. അപ്പോൾ ഈ കാര്യം മറക്കരുത് കേട്ടോ. കാരണം ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല പോള. അപ്പോൾ ഇത് മറക്കാണ്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റൗമ്മ വെച്ചു എന്നേ ഉള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, അത് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമ്മളുണ്ടാക്കിയ മസാല ഉണ്ടല്ലോ, ആ മസാല കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വലിയ പാത്രത്തിലായി പോള ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും മസാലയും ഇത്രയും പൊട്ടറ്റോ ഒക്കെ ആവശ്യം കേട്ടോ. നിങ്ങളിപ്പോൾ ചെറിയ പോളയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കുറച്ച് എടുത്താൽ മതി. അപ്പോൾ ഞാൻ മസാല ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ വല്ലാണ്ട് അങ്ങ് സൈഡിലേക്ക് കയറ്റിയിട്ട് മസാല വെക്കണ്ട. കാരണം നമ്മളിതിൻ്റെ മുകളിലത്തെ ഭാഗം വെക്കുമ്പോൾ സൈഡിൽ കൂട്ടിയിട്ട് വെക്കും. അപ്പോൾ ഞാൻ പരത്തിൻ്റെ ശേഷം മുകളിലും ഇതേപോലെ തന്നെ ഈ പൊട്ടാറ്റോൻ്റെ സ്ലൈസസ് വെച്ചിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യം സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം സെൻറ്ററിലേക്ക് വരാൻ കേട്ടോ. സൈഡിൽ നമ്മൾ ആദ്യം വെച്ച പീസസിനോട് ചേർത്തിട്ട് തന്നെ വെക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് ഒന്നുമില്ലാതെ ഫില്ല് ചെയ്തെടുത്തു. ഇനി ബാക്കിയുള്ള മുട്ട ഞാൻ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ടോട്ടൽ 4 മുട്ട ആവശ്യം വന്നിട്ടുണ്ട്. 3 കൊണ്ട് മതിയായിട്ടില്ല. കാരണം ഈ മുകളിലും കംപ്ലീറ്റ് ആയിട്ട് ആ മുട്ട വേണം. ഇതിപ്പോൾ ഞാൻ ഇതിന് ശേഷം കേട്ടോ ഒരു മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്ത് അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും 4 മുട്ട എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് മുകളിലൊക്കെ കവർ ചെയ്യുക. അതിനുശേഷം ഞാനിതിനെ അടച്ചു വെച്ചു. എന്നിട്ട് താഴെ ഞാൻ വേറൊരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കയറ്റി വെച്ചിട്ടില്ല കേട്ടോ. പഴയ ഏതെങ്കിലും ഒരു പാന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് എനിക്ക് ഏകദേശം ഒരു 20 മിനിറ്റാണ് വേണ്ടി വന്നിട്ടുള്ളത്. അത് ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ ആവാറാകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടാകും. എന്നിട്ട് പതുക്കെ വേറൊരു ഫ്രൈ പാനിലേക്ക് അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ മറ്റേ ഭാഗം കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത്രയും സമയം തന്നെ മതിയാവും നമുക്ക്. എനിക്ക് 20 മിനിറ്റാണ് വേണ്ടി വന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു ഭാഗം ആവാൻ വേണ്ടിയിട്ട്. മറ്റേ ഭാഗം പിന്നെ അത്രയൊന്നും വേണ്ടി വരില്ല, കുറച്ച് സമയം മതിയാവും അതൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള പോള റെഡിയാക്കാൻ. അപ്പോൾ എല്ലാവരും റെഡിയാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം.